ഇന്ത്യൻ ക്രിക്കറ്റ് താരം സ്മൃതി മന്ദാനയുടെ വിവാഹം മാറ്റിവെച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് താരത്തിന്റെ പിതാവിനെ ആശുപത്രിയിലാക്കിയതിന് പിന്നാലെയാണ് തീരുമാനം. ആര്യ പി ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. ആര്യ, ഇന്ന് നടക്കേണ്ട വിവാഹമാണ്. എന്തുകൊണ്ടാണ് ഈ ആരോഗ്യാവസ്ഥ പിതാവിന്റെ സംബന്ധിച്ചൊക്കെയാണ് ഇപ്പോൾ അറിയിപ്പായി എന്തൊക്കെയാണ് കുടുംബത്തിന്റെ വിവരങ്ങൾ ലഭ്യമാകുന്നത്? ഇന്ത്യ മുഴുവൻ ആഘോഷിക്കുകയായിരുന്നു സ്മൃതിയുടെയും പലഷിന്റെയും വിവാഹം. അതിന്റെ ഓരോ വീഡിയോ ദൃശ്യങ്ങളും നമ്മളെല്ലാവരും കണ്ട് അത്രയും മനോഹരമായ ദൃശ്യങ്ങളായിരുന്നു. ആ പ്രണയ അഭ്യർത്ഥന, വിവാഹ അഭ്യർത്ഥന മുതൽ ഇങ്ങോട്ട് ഹൽദിയുടെയും നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ ദൃശ്യങ്ങളൊക്കെ. പക്ഷേ ഇന്ന് ഏറ്റവും ദുഃഖകരമായ വാർത്തയാണ് ഇപ്പോൾ സ്മൃതിയുടെ മാനേജർ തുഷാർ പങ്കുവച്ചിരിക്കുന്നത്. സ്മൃതി മന്ദാനയുടെ അച്ഛൻ ഇന്ന് രാവിലെ തളർച്ച അനുഭവപ്പെട്ടു. പിന്നീട് ആശുപത്രിയിലേക്ക് മാറ്റി. അവിടെ വെച്ചാണ് ഹൃദയാഘാതം ഉണ്ടായത്. ഇപ്പോൾ നിരീക്ഷണത്തിലാണ്, ICUവിലാണ്. അതുകൊണ്ട് അച്ഛൻ്റെ അസുഖം ഭേദമാകുന്നതുവരെ ഇപ്പോൾ ഒരു തീയതി നിശ്ചയിച്ചിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ അച്ഛൻ അസുഖം ഭേദമായി ആശുപത്രി വിടുന്നതുവരെ എന്തായാലും വിവാഹം നീട്ടിവെച്ചിരിക്കുകയാണെന്ന് സ്മൃതിയുടെ മാനേജർ അറിയിക്കുന്നുണ്ട്. ഇന്ന് മഹാരാഷ്ട്രയിലെ സാംഗ്ലിയിലായിരുന്നു വിവാഹം നടക്കേണ്ടിയിരുന്നത്. ഈ കാണുന്നതായിരുന്നു ഏറ്റവും ആദ്യം പുറത്തു വന്ന ദൃശ്യങ്ങൾ. ഇത് പ്രണയ അഭ്യർത്ഥന, വിവാഹ അഭ്യർത്ഥന നടത്തിയ, പലഷ് വിവാഹ അഭ്യർത്ഥന നടത്തിയ ആ വീഡിയോ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. ആ സ്റ്റേഡിയത്തിനും ആ വേദിക്കും ഒരു വലിയ പ്രത്യേകതയുണ്ട്. ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നമ്മുടെ സ്മൃതി മന്ദാനയും നമ്മുടെ വനിതാ ടീം ലോകകപ്പ് ഉയർത്തിയ DY പാട്ടീൽ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടായിരുന്നു ആ പ്രപ്പോസൽ നടത്തിയത്. അത് ഇങ്ങനെ വിവാഹ നിശ്ചയം നടന്നതിന്റെ ദൃശ്യങ്ങൾ സ്മൃതിയുടെ ഇന്ത്യൻ ടീമിലെ സുഹൃത്തുക്കളായ ജമീമയും മറ്റും ഹർപ്രീതും അടക്കമുള്ള ടീം അംഗങ്ങളൊക്കെ ഒരു വലിയ ആഘോഷമാക്കിയ ഒരു വീഡിയോ പുറത്തുവിട്ടിരുന്നു. ഇന്നലെ ഹൽദിയുടെയും അത് കഴിഞ്ഞ് സംഗീതിന്റെയും ഒക്കെ എല്ലാ ദൃശ്യങ്ങളും അവർ പങ്കുവെക്കുന്നുണ്ടായിരുന്നു. അത്രയും മനോഹരമായ ദൃശ്യങ്ങളൊക്കെ നമ്മളെല്ലാവരും കായിക ലോകത്ത് പ്രേമിക്കുന്ന ആളുകളെല്ലാം ഏറ്റെടുക്കുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പലഷിന്റെയും സ്മൃതിയുടെയും വിവാഹത്തെ അനുമോദിച്ചുകൊണ്ട് ആശംസാ കുറിപ്പും പുറത്തിറക്കിയിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഈ ദുഃഖകരമായ വാർത്ത നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. പ്രജീഷ്.